ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അത് അമ്മ മാങ്ങ ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അതിൻ്റെ ഇടയിൽ അമ്മ തിന്നണമുണ്ട് കേട്ടോ, മാങ്ങയുടെ തോല്. അപ്പോൾ ഇന്ന് അനിയത്തിക്ക് കുറച്ച് മാങ്ങക്കറി ഉണ്ടാക്കി കൊടുക്കാൻ കരുതിയിട്ടാണ്. അപ്പോൾ അവൾ മാങ്ങക്കറി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് കുറച്ച് പെറുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മക്കളെ പറഞ്ഞയച്ചിട്ട് കേട്ടോ ഞാൻ പെറുക്കി കൊണ്ടിച്ചത്. പക്ഷെ ഞാൻ പിന്നെ മാങ്ങക്കറി കഴിച്ചിട്ടുണ്ട്. കാരണം അവിടെ ചങ്ങനംകുളത്ത് അമ്മ ഉണ്ടാക്കി തരുന്നുണ്ട് ഇടയ്ക്കൊക്കെ മാങ്ങക്കറി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നിൽക്കാൻ പോരുന്ന മുന്നേ ഞാൻ മാങ്ങക്കറി കഴിച്ചിട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ മാങ്ങക്കറിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര പൂതി മാങ്ങക്കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ മാങ്ങ ഇല്ലേനു കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ വീണെടുക്കാൻ കണ്ടപ്പോൾ ഞാൻ മക്കളെ പറഞ്ഞിട്ട് കുറച്ച് മാങ്ങ പെറുക്കി കൊണ്ടിച്ചിട്ടോ. അപ്പോൾ അത് ആ തോലൊക്കെ കളഞ്ഞ് അമ്മ ചട്ടിക്ക് ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ആ മാങ്ങയുടെ തോലൊക്കെ തിന്നണം കേട്ടോ. വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് തോലൊക്കെ ഞാൻ തിന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, മധുരമുണ്ട്, ആവശ്യത്തിന് പുളിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ എന്താ പറയുക തോലൊക്കെ കളഞ്ഞ് ചട്ടിയിലാക്കി തന്നിട്ടുണ്ടോ. നമുക്ക് അതിലേക്കുള്ള പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞ രീതിയിലാട്ടോ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇന്ന് മോരുണ്ടായിരുന്നു കേട്ടോ. അവിടെ മോരും ഇല്ല തൈരും ഇല്ല കേട്ടോ, രണ്ടും ഇല്ല. അപ്പോൾ ഒന്നും രണ്ടും ഇല്ലാതെ ആണെന്ന് മാങ്ങക്കറി ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ മോരും തൈരൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഒന്ന് അമ്മ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി നോക്കിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചട്ടിയിലേക്ക് മാങ്ങ ഇട്ട് അതിലേക്ക് ഞാൻ 1.5 സ്പൂണ് മുളക് പൊടി, പിന്നെ 1/2 സ്പൂണ് എന്താ പറയുക മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് തിരുമ്പിയെടുക്കാം കേട്ടോ. കാരണം നല്ലൊന്ന് തിരുമ്പിയെടുക്കണം. ആ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ മസാല മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിട്ടോ ഞാൻ തിരുമ്പി എടുക്കാൻ പറയുന്നത്. ഇത് ഞാൻ കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ടിട്ട് 2 കപ്പ് ചെറിയ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താ പറയുക വേഗം വറ്റി കഴിഞ്ഞാൽ അടി പിടിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റാണ് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ഒന്ന് ഇളക്കി ചട്ടീനെ ഇങ്ങനെ ഇളക്കിയിട്ട് വേണ്ട വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇനി അതിലേക്കുള്ള അരവ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയും അതിലേക്ക് ഞാൻ ചെറിയ ജീരകം പിന്നെ പച്ചക്കടുകില്ലേ അത് നമുക്ക് അല്ലാതെ കയക്കാൻ പാടില്ല കേട്ടോ. ഒരു നുള്ള് കടുകും പിന്നെ ആവശ്യത്തിന് ജീരകം പിന്നെ കാന്താരിമുളക്. അപ്പോൾ ഇവിടെ കാന്താരിമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാന്താരിമുളക് എടുത്തിട്ടോ. പച്ചമുളകുള്ളവർ പച്ചമുളക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കാന്താരിമുളക് ഉണ്ടായിരുന്നു, പച്ചക്കാന്താരി. അപ്പോൾ അത് 5-6 കാന്താരിമുളക് കൊടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. ചോറൊക്കെ അമ്മ വിളമ്പി വെക്കുന്നുണ്ട്. കാരണം എന്താ പറയുക കറി പെട്ടെന്നാവും പറഞ്ഞപ്പോഴേ അമ്മ ചൂടുണ്ട് ചോറിന്. അപ്പോൾ ചൂട് ആറാമായിട്ട് അമ്മ ഒക്കെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കറി കഴിഞ്ഞാൽ വേഗം കഴിക്കാമല്ലോ വിചാരിച്ചിട്ടേ. അപ്പോൾ അതാ ഞാൻ അതിലേക്കുള്ള അരവ് അരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ പറയുന്നുണ്ട് കേട്ടോ, എന്താ പറയുക ഞാൻ അങ്ങനെ പറയേണ്ട അമ്മേനോട് തൈരില്ലല്ലോ മോരില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു തൈരും മോരൊന്നും വേണ്ടല്ലോ, അതില്ലാതെ തന്നെ വെച്ചോക്ക് നല്ല ടേസ്റ്റാണ് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കട്ടെ എന്ന് കരുതി. കാരണം ഇവിടെ വെക്കണ കറി അതേപോലെ അവിടെ ചങ്ങരംകുളത്ത് അമ്മ വെക്കണ കറി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്ന് അമ്മ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല വെന്തിട്ട് ഞാൻ ഒന്നും കൂടി നല്ലൊന്ന് ഉടച്ചു കൊടുത്തു ചട്ടകം കൊണ്ട്. അപ്പോൾ ഉടച്ചു കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ആ അരവ് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവ് എന്താ പറയുക കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂണും കൂടി മുളക് പൊടി ഇട്ടു കേട്ടോ. കാരണം അങ്ങനെ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ എരിവ് വേണം കേട്ടോ. അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയായിട്ടാണ് തോന്നുന്നുണ്ട്, എരിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1/2 സ്പൂൺ കൂടി മുളക് കിട്ടും. അങ്ങനെ 2 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ തിളച്ച് വന്ന ശേഷം ഞാൻ അതിലേക്ക് പിന്നെ അരവ് ഒഴിച്ചു കൊടുത്തിട്ടോ. ഇനി നല്ലതുപോലെ തിളയ്ക്കണം കേട്ടോ. തിളച്ച ശേഷം നമുക്കത് വാങ്ങാം കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വരുന്നുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനം കേട്ടോ മാങ്ങാക്കറി. അപ്പോൾ എന്താ പറയുക അവിടെ അമ്മ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഇടയ്ക്ക് മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അനിയത്തിക്ക് അങ്ങനെ മാങ്ങ ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര പൂതി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഈ മാങ്ങാക്കറിയുടെ കാര്യം ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര പൂതി ഉണ്ടാക്കി തരുക വെച്ചിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞ രീതിയിലുള്ള മാങ്ങാക്കറി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ അമ്മ വയ്ക്കുന്ന കറി ചങ്ങനംകുളത്ത് അമ്മ വയ്ക്കുന്നത് വെള്ളരിക്കൊക്കെ ഇട്ടിട്ടോ കറി ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്ക് ഞാനൊരു നുള്ള് ശർക്കരപ്പൊടി ഇട്ടിട്ട് കേട്ടോ. നുള്ള് പറഞ്ഞാൽ ഒരു നുള്ള് ശർക്കരപ്പൊടി. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നു കേട്ടോ. നല്ല ഒരു പച്ചക്കടുകിൻ്റെയൊക്കെ മണം, പച്ചക്കടുകിൻ്റെ ജീരകത്തിൻ്റെയൊക്കെ ഒരു മണമായിട്ട് വരുന്നത്.
അപ്പോൾ നല്ല തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് എന്താ പറയുക വറവിടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇനിയും കാത്തിട്ട് കുറേ നേരമായിട്ട് ചോറ് ഉമ്മർത്ത് കൊണ്ടുപോയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ മാങ്ങക്കറി ഉണ്ടാക്കണ തിരക്കില്ല അവിടെ. അപ്പോൾ അനിയത്തി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം കേട്ടോ മാങ്ങ കിട്ടിയപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിന്ന് കേട്ടോ. അപ്പോൾ കറിയൊക്കെ വേറെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അവൾ പറഞ്ഞതല്ല വെച്ചിട്ട് അവൾ കഴിച്ചിട്ടില്ല, അവൾക്ക് മാങ്ങ കിട്ടാനും ഇല്ല, പിന്നെ അവൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ എന്താ പറയുക ഞാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ തന്നെ മെനക്കെട്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചങ്ങരംകുളത്തെ അമ്മ ഉണ്ടാക്കുന്ന കറി പറഞ്ഞാൽ വെള്ളരിക്കയും അതുപോലെ പഴുത്ത മാങ്ങ കൂട്ടിയിട്ട കറി ഉണ്ടാക്കുക. പക്ഷേ ഇത് അമ്മ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കിയത് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം ഞാനതൊക്കെ വാങ്ങി വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി വന്ന ശേഷം എണ്ണ ഒഴിച്ചു. എണ്ണയും ചൂടായി വന്ന ശേഷം അതിലേക്ക് കടുക് ഇട്ടു, പിന്നെ ഉലുവ ഇട്ടു. പിന്നെ ഉലുവയും കടുകും ഇടുമ്പോഴാട്ടോ അതിൻ്റെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ഉണക്കമുളക് ഇട്ടു, പിന്നെ അത് ആ കരിവേപ്പിൻ്റെയും കുറച്ചും കൂടി ഇട്ടു. കാരണം ആദ്യം കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടി പിന്നെ ഒന്നും കൂടി ഇട്ടാലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി കരിവേപ്പിൻ്റെ കുറച്ചും കൂടി വാരിയിട്ടു കേട്ടോ. ഈ കരിവേപ്പിൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പൊറുതിയായിട്ടാണ് കറിയിലിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് പിന്നെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മോരും തൈരും ഒന്നും ഒഴിക്കാത്തൊരു മാങ്ങക്കറി കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. കാരണം ഞാൻ ഈ കറി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് അമ്മക്ക് കുറേ നേരമായിട്ട് ഇനിയും കാത്തിട്ട് ഇവിടെ ഇങ്ങനെ ചോറും വിളമ്പിച്ചിട്ടിരിക്കുക വേണ്ടിയിട്ട്. പിന്നെ മാങ്ങക്കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അവരൊക്കെ കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ രീതിയിലാണ് ഞാൻ ഒന്ന് വെച്ചത്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അത് അമ്മ ഒന്ന് കുറച്ച് ഉണക്കമീൻ കൊണ്ട് കറി ഉണ്ടാക്കിയിരുന്നു. ഉണക്കമീൻ വറുത്തിട്ടുണ്ട്, കായ ഉപ്പേരി ഉണ്ട്, പിന്നെ അമ്മ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീനമുളക് കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊന്നും കഴിക്കാൻ നേരിട്ടാണ്. അപ്പോൾ അച്ഛനും ഇരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തി അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തിനെ വീഡിയോ എടുക്കാത്തത് കാരണം കുട്ടി മടിയിരിക്കുകയാണ്. അപ്പോൾ അവൾ വീഡിയോ എടുക്കണ്ടായിരുന്നു. കാരണം കുട്ടിക്ക് ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഈ ചൂട് കാരണം. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് കിട്ടും. കാരണം ഞാൻ ഈ കറി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. കാരണം മോരും തൈരും വെച്ചില്ലെങ്കിലും പക്ഷേ അതിൻ്റെ ഒരു മണം ഈ കറിക്കുണ്ട് കേട്ടോ. മോരിൻ്റെ ഒരു മണം ഈ കറിക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കണം. ടാറ്റാ.